ഇവിടെ വന്ന് കിടന്നുറങ്ങണല്ലേ നീ? സുഖമായിട്ട് പണിയെടുക്കാൻ വരാണ്ട്. നീ ഇങ്ങനെ ഇവിടെ പോത്ത് പോലെ കിടന്നു. ആ പാടത്ത് വന്ന് വല്ല പണിയും ചെയ്യണ്ടേ? ആ കളപ്പറയ്ക്ക്, ആ ചണ്ടി വാരികളെ, ഇത്തിരി വളയുടെ എന്തെങ്കിലും ചെയ്തോളൂ. ഞാൻ പാടത്ത് പോയിണ്ടായിരുന്നു. 2 ബംഗാളിന് ഞാറ് പറിക്കുന്നു. അപ്പൊ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞാൻ പാടത്ത് വെള്ളം തിരിക്കാൻ നിന്നപ്പോ അവിടേക്ക് കഞ്ഞിയൊന്നും കൊണ്ടുവന്ന് തന്നില്ലല്ലോ. നീ ഇവിടെ പോത്ത് പോലെ കിടന്ന് ഉറങ്ങണല്ലേ? ഞാൻ കടയിൽ പോയി കഴിക്കാൻ പോവാ. ഞാനുണ്ട് ചായ കുടിക്കാൻ. ഞാനൊന്ന് പട്ടിണിയാ. ചായക്കടയിൽ പോയിട്ട് ചായയും കിട്ടിയില്ല. അവൻ പോത്ത് പോലെ കിടന്നുറങ്ങ. അവനെ കൊണ്ട് ഒരു ഉപകാരമില്ല. അവനിവിടുന്ന് പോയാ പോത്ത് കാണാനില്ല. എന്താ ചന്ദ്ര, നീ ഇന്നലെ പാടത്ത് തല്ലുണ്ടാക്കിന്ന് പറഞ്ഞിട്ടല്ലോ? നീ ആ പാടത്ത ഞാറിലേക്ക് വെള്ളമൊക്കെ തിരിച്ചിട്ടാ ഞാറൊക്കെ ചീച്ചോളണല്ലേ? എല്ലാവരും ചെയ്യണ എല്ലാ വഴികളും എന്റെ നേരെ. എന്നെ ആൾക്കാര് ചീത്ത പറയാം. ഇപ്പൊ പറഞ്ഞത് ഞാൻ വെള്ളം തിരിച്ചെന്നല്ല നീ പറഞ്ഞേ. ആരുടെ വെള്ളം തിരിച്ചത്? നീയല്ലേ വെള്ളം തിരിച്ചെന്ന് തുമ്പയും കൊണ്ട് പോകണത് ഞാൻ കണ്ടല്ലേ? നീ ആ വെള്ളം തിരിച്ച് മുഴുവൻ ഞാറ് മുഴുവൻ കാട്ടി കളഞ്ഞാലേ? നീ ചന്ദ്രനോട് നീ കളിക്കണ്ട, ഓർമ്മ വെച്ചാ നീ പോ ചന്ദ്ര, നീ പോ. എനിക്ക് വേറെ പണിയുണ്ട്. നീ ആറ്റപ്പാടത്തേക്ക് അങ്ങോട്ട് വായോ, ഞാൻ അവിടെ ഉണ്ടാവും. ഞാൻ ഇപ്പൊ പോവാണ്. നിന്നെ അവിടെ ഞാൻ ചവിട്ടിയെ കൂട്ടും നിന്നെ.
ഈ നാട്ടിലെ പ്രമാണികളും ഇവിടുത്തെ തൊഴിലാളികളും നമ്മളെ പാടത്ത് കൊടി കുത്താൻ തീരുമാനിച്ചിരിക്കുക. അതുകൊണ്ട് നമ്മളെ പണികളൊക്കെ നഷ്ടപ്പെടും. പണിയെടുക്കാൻ തയ്യാറല്ല, കൊടി കുത്താൻ തന്നെ തയ്യാറാണ്. നമുക്കൊന്നും പണി ഉണ്ടാവില്ല. ഇനി നമുക്കൊന്നും പണി ഉണ്ടാവില്ല. അവര് കൊടി കുത്തി പാടത്ത്. രണ്ടു മൂന്ന് ദിവസമായാലും ഇവിടുന്ന് പോയിട്ട് മനുഷ്യന് കഞ്ഞില്ല, ഒന്നുമില്ല. എവിടെ ഇപ്പൊ എന്തിനാ വന്നേക്കണേ? പോത്ത് സുബ്ര, ഞാൻ 2 ദിവസമായിട്ട് പോയിട്ട് എന്നെ വരെ അന്വേഷിച്ചാ. മിണ്ടാണ്ട് ഇവിടെ ഇറങ്ങി പോയതല്ലേ. ഇപ്പൊ എന്തിനാ ഇവിടെ വന്നേക്കണേ? ഇവിടെ ഒരു പണിയില്ല, ഒന്നുമില്ല. അയ്യപ്പ, നീ ഇവിടെ വന്നിരിക്കി. ഞാൻ പാലക്കാട് പോയതാ കൃഷിപ്പണിക്ക് വേണ്ടി. അവിടെ ചെന്നപ്പോ എല്ലാം കഴിഞ്ഞ്, കൊയ്ത്തൊക്കെ കഴിഞ്ഞ്, പാടം മാത്രമുണ്ട്. അപ്പൊ തിരിച്ചോട്ട് പോന്നു. സുബ്രന്റെ അടുത്ത് കൂടാന്ന് വെച്ച്. പാടത്ത് നെല്ലൊക്കെ വിളഞ്ഞു കിടക്കേ. അതിനി സമരമൊക്കെ കഴിഞ്ഞ് എന്നാ കൊയ്യാൻ പറ്റുന്ന അറിയില്ല. ഒന്നില്ല, അതൊക്കെ കൊഴിഞ്ഞു പോകും. എനിക്കറിയില്ല എന്താ ചെയ്യാം. ഇവിടെ പണിയില്ല. ഒരാഴ്ചയായി ഞാൻ പണിക്ക് പോയിട്ട്. ഇവിടുത്തെ നാട്ടുപ്രമാണികൾ പാടത്ത് കൊടി കുത്തിയിരിക്കേ. പറ്റുമെങ്കിൽ നീ എന്നെ സഹായിക്കും. സുബ്ര, ഞാൻ വീട്ടിൽ പോണം. എന്റെ കയ്യിൽ ഒന്നുമില്ല. നാട്ടുപ്രമാണിയുടെ സമരമായിട്ട് എന്നെ വിളിക്കും. അയ്യപ്പ, ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ട് നീ എന്നോട് ക്ഷമിക്കണം. സുബ്ര,